അല്പസമയം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ച വേദഭാഗത്തിലേക്ക് വീണ്ടും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 30 ഉറക്കെ മൈക്കെന്തേ പ്രൈസ് ഗോഡ്. ക്ഷീണിച്ചിരിക്കുന്നു ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറിവീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. മതി, സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ അവസാനത്തെ വാക്യമാണ് ഇന്നത്തെ എൻ്റെ ചിന്ത. അവർ വായിക്കുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സ്തോത്രം. 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ച ഒരു തീം എന്ന് പറയുന്നത് വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്, യഹോവയ്ക്കായി കാത്തിരിക്കുക എന്ന വിഷയമാണ് നമ്മൾ ചിന്തിപ്പാനിടയായത്. സ്തോത്രം. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് അടുത്ത വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ, അതിന് മുകൾ മുതൽ അങ്ങനെയാണ് തുടങ്ങുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ വായിച്ചല്ലോ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ആ ഭാഗത്ത് നിന്നുകൊണ്ട് ശക്തിയുടെ 3 ഡൈമെൻഷൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. വായിച്ച വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയ്ക്ക് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ ഈ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന അതിപ്രധാനമായൊരു കാര്യത്തെക്കുറിച്ചാണ് യെശയ്യാവ് ഇവിടെ പറയുന്നത്. അത് പറയാൻ കാരണം നമുക്കറിയാം, ഇതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ആ ജനം, ഇസ്രായേൽ ജനം ബലം നശിച്ചവരായി, ബലമില്ലാത്തവരായി, കഷ്ടതയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ യെശയ്യാപ്രവചനം പറയുക, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിപ്പെടും. അപ്പം കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ച് യെശയ്യാവ് ഈ അവസാനത്തെ വാക്യത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞു നിർത്തുന്നത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ശക്തിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ശക്തിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് കാത്തിരിപ്പാണ്. കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു ശക്തി അല്ലേ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ വാക്യത്തിൽ, ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ആ വാക്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ശക്തി ലഭിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എങ്ങനെ ശക്തി ലഭിക്കുന്നു കഴിയുന്നത്? അല്ലല്ല, ആർക്കാ ശക്തി ലഭിക്കുന്നത്? യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് ശക്തി ലഭിക്കുന്നത്. അപ്പോൾ ഈ ശക്തി നമുക്ക് ലഭിക്കാം. അപ്പം പുതിയ നിയമത്തിലേക്ക് വന്നാലും ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്, ആ ശക്തി ലഭിക്കുന്നത് ആർക്കാ? കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ശക്തി ലഭിക്കുന്നത് പറയുന്നത് ഇന്നത്തെ കാലത്ത് പോലെ ഇന്നാ പിടിച്ചോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സാധനമല്ല ഇത്. ആണോ? ഇന്ന് അങ്ങനെ ഒത്തിരി ശക്തി കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇന്നാ പിടിച്ചോ ശക്തി അല്ലേ, അല്ല അങ്ങോട്ട് കയറട്ടെ ശക്തി എന്ന് പറയുമ്പം കിട്ടുന്നൊരു സാധനമല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ശക്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. കർത്താവ് അതാ പറഞ്ഞത്, 1 അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം സ്വർഗത്തിലെ ശക്തിക്കായി. വായിച്ചേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും. ഓക്കെ, അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്നാ പറഞ്ഞത്. അപ്പോൾ സ്തോത്രം, ഈ ശക്തി പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഇന്ന് ഈ കാത്തിരിപ്പൊക്കെ കുറവാ. പണ്ടത്തെ കാലത്തെ എന്തുണ്ടായിരുന്നു? കാത്തിരിപ്പ് യോഗം തന്നെ ഉണ്ടായിരുന്നു. ചർച്ചുകളിൽ, സഭകളിൽ കാത്തിരിപ്പ് യോഗം. എന്താ കാത്തിരിപ്പ് യോഗം? വല്ല മനസ്സിലായോ? എന്തുവാ കാത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞാൽ? പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിപ്പ് യോഗങ്ങൾ, ടാരി മീറ്റിംഗ്, ഇതുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്ന് സഭകളിൽ എനിക്ക് തോന്നുന്നില്ല, നാട്ടിലൊക്കെ ഇപ്പോഴും അതുണ്ടോ എന്ന് എനിക്കത് സംശയമാണ്. ഉണ്ടോ? ഉള്ള സഭകളുണ്ട്. ഓക്കെ, നല്ല കാര്യം. സ്തോത്രം. അതിനു വേണ്ടി കാത്തിരിക്കുക, പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം. അപ്പോൾ ഈ ശക്തി ലഭിക്കുന്നത് ഇതിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അല്ലേ. സ്തോത്രം. അപ്പോൾ ഇവിടെ അപ്പോൾ ഈ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന
ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന ശക്തിയുടെ 3 ഡയമെൻഷൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദോസ് ഹു വെയിറ്റ് അപ്പോൺ ദ ലോർഡ് ദേ വിൽ ഹാവ് എ ഇൻവേർഡ് പവർ. ഓക്കെ, അതാണ് ആ ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞാൽ അകത്തളത്തിലൊരു ബലം. സോ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ശക്തിയാണ് അകത്തെ ഒരു ബലം, അകത്തെ മനുഷ്യൻ്റെ ബലം. ഇപ്പോൾ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എഫേസ്യ ലേഖനം പറയുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, നിൻ്റെ അകത്ത മനുഷ്യൻ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ. അപ്പൊ അകത്തെ മനുഷ്യന്റെ ബലം അല്ലെങ്കിൽ ഒരു ഇൻവേർഡ് പവർ അല്ലേ? സ്തോത്രം. അപ്പോൾ ഒരുവനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ അകത്തുള്ള ഈ ശക്തിയാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, ഈ അകമയുള്ള ഒരു ബലം നമുക്ക് ആവശ്യം. ഇവിടെ എന്തുകൊണ്ടാണ് യെശയ്യാവ് ഇത് പറയുന്നത് ചോദിച്ചാൽ, യഹോവയ്ക്ക് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറയാൻ കാരണം, യെശയ്യാവിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു. അതിൻ്റെ 40-39 വരെയുള്ള അധ്യായങ്ങളിൽ ജനം പ്രവാസത്തിൽ കഴിഞ്ഞിട്ട് അവരുടെ ബലം നഷ്ടപ്പെട്ടു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത നിലയിൽ ബലം ക്ഷയിച്ചു പോയി, മുന്നോട്ട് ഓടാൻ കഴിയുന്നില്ല, മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു മണ്ഡലത്തിൽ എത്തിച്ചേർന്നപ്പോൾ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ബലമില്ലാത്തവരല്ല. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് 40-ാം അധ്യായത്തിൽ നമ്മൾ വായിപ്പാൻ ഇടയായിട്ടുണ്ട്. അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യങ്ങളെ തുടങ്ങിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞു നിർത്തുക. സ്തോത്രം, നിങ്ങൾ യഹോവയ്ക്കായി കാത്തിരുന്നാൽ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അപ്പോൾ അകത്തളത്തിൽ ഒരു ബലം ഉണ്ടാകുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ധൈര്യം ചോർന്നു പോയി, അവരുടെ ബലം ക്ഷയിച്ചു, ധൈര്യം ചോർന്നു പോയി. എന്നാൽ ബലപ്പെടുവാൻ കഴിയുന്ന ഒരു ശബ്ദം പോലും അവർക്കില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യെശയ്യാവ് പറയുന്നത്, സ്തോത്രം, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ശക്തി. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ അകത്തളത്തിലെ ബലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവശ്യമാണ്. നമ്മൾ മനുഷ്യൻ ഏറ്റവും ഡള്ളായി പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? അകത്ത മനുഷ്യൻ വീക്കാകുമ്പോഴാണ്, അകത്ത ശക്തി പോകുമ്പോഴാണ്. അവിടെയാണ് നമുക്ക്, സ്തോത്രം, ഈ ബലം എന്ന് പറയുമ്പോൾ 2 അർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അത് പ്രതിനിധിത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഞാൻ ടോക്ക് ചെയ്യുന്നത് ഒരു ഇന്നർ സ്ട്രെങ്തിനെ കുറിച്ചാണ്. ഒരു ഇന്നർ സ്ട്രെങ്ത്. ഈ ഇന്നർ സ്ട്രെങ്ത് പോയാൽ മനുഷ്യൻ വീക്കായി പോവും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. ഇവിടെയാണ് ഇന്നത്തെ നമ്മൾ ആത്മീക മണ്ഡലത്തിൽ ബലം പകരുമ്പോൾ സമൂഹത്തെ ഇന്നത്തെ കാലത്ത് ഒത്തിരി മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ? മോട്ടിവേറ്റ്, വാക്കുകളിൽ കൂടെ തകർന്നവരെ, താണവരെ ബലം നൽകി പിടിച്ചുയർത്തുക. സോ ഇന്നർ സ്ട്രെങ്ത് നമുക്ക് ആവശ്യമാണ്. എന്തിനാ? മുന്നോട്ട് പോകണമെങ്കിൽ. ഇവിടെ യെശയ്യാവ് പറയുക, നിങ്ങൾക്ക് ബലം നഷ്ടപ്പെട്ടെന്നല്ല, പക്ഷേ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താളറിപ്പായി പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ, ആരെങ്കിലും ഒക്കെ ഒന്ന് വന്ന് 2 വാക്ക് പറയുമ്പോൾ നമുക്കൊരു ബൂസ്റ്റ്, ഒരു ഉത്തേജനം ഉണ്ടാകാറില്ലേ? ക്ഷീണിച്ച് ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രചോദനം അകത്തളത്തിൽ ഉണ്ടാകാറില്ലേ? അല്ല, നിങ്ങൾ തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ മുറിക്കകത്ത് കയറി ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ എടുക്കുന്നൊരു വചനം നിന്റെ ഹൃദയത്തിനകത്തൊരു ബലം തകരാറില്ലേ? ഇതാ ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ അത് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ ബലം നമുക്ക് നൽകുന്നത് എപ്പോഴാ? തകർന്നിരിക്കുമ്പോൾ, ആരോടും നിന്റെ വിഷയം പറയാൻ കഴിയാതെ, ആരോടും ഷെയർ ചെയ്യാൻ കഴിയാതെ, ഏകയായി ഒറ്റയ്ക്ക് ഭാരം അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, കണ്ണുനീരിൽ കൂടെ പോകുമ്പോൾ, അല്ല സ്തോത്രം, ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ അകത്തളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തുന്ന ഒരു ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ കേൾക്കാൻ കഴിയും. അതാണ് ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇന്നർ സ്ട്രെങ്ത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സോ നമുക്ക് എന്തിനാണ് ഈ ഒരു ഇന്നർ ബലത്തിൻ്റെ ആവശ്യം? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. വൈ ഡു വി നീഡ് ദ ഇന്നർ സ്ട്രെങ്ത്? സ്തോത്രം. ഒന്നാമത്തെ കാര്യം, വി നീഡ് ദ ഇന്നർ സ്ട്രെങ്ത് ടു സ്റ്റാൻഡ് ഫോർ യുവർ ഫെയ്ത്ത്. അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എഴുതുന്നുണ്ട്, അത് അത്രയും വായിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം, the strength to stand for your faith. വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്തോ വേണം? ഒരു ശക്തി വേണം.
പലരും ഇന്നത്തെ കാലത്ത് വിശ്വാസത്തിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസത്തിന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസ ശോഷണം സംഭവിക്കുന്നു. വിശ്വാസ ത്യാഗികളായി മാറുന്നു. പ്രതികൂലത്തിൻ്റെ മുന്നിൽ വിശ്വാസത്തെ തള്ളിപ്പറയുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിൽക്കണമെങ്കിൽ അകത്തളത്തിലൊരു ബലം വേണം. ഹല്ലേലൂയ. അതാണ് എബ്രായ ബാലന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം എബ്രായ ബാലന്മാരെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ടല്ലോ. അവർ ബിംബത്തെ കൊണ്ടുവരുത്തിയിട്ട് വണങ്ങാൻ പറഞ്ഞിട്ടും എന്ത് ചെയ്തില്ല? അവരതിന് തയ്യാറായില്ല. അവർ വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിന്നു. അവരെ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിച്ചത് അവരുടെ അകത്തളത്തിലുള്ളൊരു ബലമാണ്. ആ ബലമുണ്ടായോണ്ടാ അവർക്ക് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞ. അവരുടെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളികളെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അവരുടെ ഉള്ളിൽ നൽകിയ ബലമാണ്. മറ്റൊരു വ്യക്തിയെ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 55 വാക്യങ്ങളിൽ സ്തേഫാനോസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? സ്തേഫാനോസിനെ ചുറ്റുമുള്ളവർ കല്ലെറിയുമ്പോഴും ഓരോ കല്ലുകൾ അവൻ്റെ നേരെ വന്ന് പതിക്കുമ്പോഴും അവൻ്റെ ചുറ്റുമുള്ളവർ ശത്രുക്കളായി അവന് നേരെ കൈ ഊങ്ങുമ്പോഴും അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ ആത്മാവ് നിറഞ്ഞവനായി. He got an inner strength stand in the middle of that persecution, the middle of that opposition. അതിൻ്റെ മധ്യത്തിൽ നിൽക്കാൻ അവനൊരു ബലം നൽകപ്പെട്ടു, അല്ലേ? അതാണ് അവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ചുറ്റും കല്ലെറിയുവാൻ ശത്രുക്കൾ നിൽക്കുമ്പോൾ, മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവൻ ആത്മാവ് നിറഞ്ഞവനായി. ഓക്കെ, സ്തോത്രം. ആ ലഭിച്ച ശക്തി എന്ന് പറയുന്നത് പുറത്തുനിന്ന് ലഭിച്ചതല്ല. there is a inner power, inner strength. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒത്തിരി പ്രഷേഴ്സ് ഔട്ട്സൈഡ് നമ്മളെ വിശ്വാസം നിന്ന് പുറമോട്ട് മാറ്റുന്ന ഒത്തിരി ചലഞ്ചസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, there are so many pressures. നമ്മുടെ ഒത്തിരി പ്രഷർ, പിയർ പ്രഷറുണ്ട്, മറ്റ് പല പ്രഷറുണ്ട്, നിങ്ങളെ ചലഞ്ചസ് ഉണ്ട്, ഒത്തിരി ചലഞ്ചസ് വരും നിങ്ങൾക്ക് യഥാർത്ഥമായി വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനെതിരായിട്ട്. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ യു നീഡ് എ ഇന്നർ സ്ട്രെങ്ത്. ഒരകത്തളത്തിലൊരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, സ്ട്രെങ്ത് ഫോർ എ സ്പിരിച്വൽ വാർഫെയർ. സ്പിരിച്വൽ വാർഫെയർ. നമുക്കറിയാം, ഇന്ന് രാവിലെ നമ്മൾ കേൾപ്പാനിടയെ നമ്മളൊരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ഭയങ്കര പോരാട്ടമുണ്ട്. ഒത്തിരി പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കും, ഒത്തിരി പ്രതിസന്ധികൾ വരും. പൈശാചികനായ ഏത് വിധത്തിലും നമ്മെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിൽക്കുവാൻ കഴിയുന്നത്, സ്തോത്രം, നിൽക്കണമെങ്കിൽ നമുക്കൊരു ശക്തി വളരെ അനിവാര്യമാണ്. ഈ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ളതാ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ നമുക്കറിയാം എഫേസ്യ ലേഖനം 6-10 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. പറയാൻ കാരണം എന്താ? വലിയൊരു പോർക്കളത്തിലേക്ക് വീഴുക, പൈശാചികൻ അവൻ എതിരെ നിൽക്കുക. സ്തോത്രം. അതിൻ്റെ മധ്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അകത്തളത്തിൽ, അല്ലെങ്കിൽ അകത്തളത്തിലൊരു ശക്തി വേണം. ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പൈശാചിന് എതിരെ നമുക്ക് നിൽക്കാൻ നിൽക്കുന്നുള്ളൂ. നമ്മളൊരു പോർക്കളത്തിൽ നിൽക്കണമെങ്കിൽ ശക്തി വേണം. ശക്തിയില്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ കഴിയത്തില്ല, ശത്രുവിനോട് നേരിടാൻ കഴിയത്തില്ല. സ്തോത്രം. പിശാചിനോട് എതിർക്കണമെങ്കിൽ ഒരു ശക്തി വേണം. 1 പത്രോസിൻ്റെ ലേഖനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. മതി, ശ്രദ്ധിച്ചേ. പിശാചിന്റെ ടാർഗറ്റ് ശ്രദ്ധിക്കണേ. നമുക്കെതിരെ പിശാച് എപ്പോഴും ദൃഷ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര വിശുദ്ധന്മാരാണെന്നെങ്കിലും നമ്മുടെ ജീവിതത്തിനെതിരെ, നമ്മുടെ തലമുറയ്ക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, നിന്റെ വാഹനത്തിനെതിരെ, നിന്റെ ജോലിക്കെതിരെ ഒരു ദൃഷ്ടി ഉണ്ട്. ആരുടെയാ? പിശാചിന്റെ ദൃഷ്ടി. ഉണ്ടോ? ഉണ്ടോ? തെളിവ് പറയാമോ? തെളിവ് പറയാമോ? പറഞ്ഞോ. യോബ്. പിശാച് അവിടെ കയറി ചെന്നപ്പം ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ എൻ്റെ ദാസനായ യോബിൻ്റെ മേല് ദൃഷ്ടി വെച്ചിട്ടുണ്ടോ? കണ്ടോ? മനസ്സിലാക്കണം, എത്ര വിശുദ്ധനായാലും എത്ര പ്രാർത്ഥിക്കുന്നവരായാലും നമുക്ക് നേരെ ഒരു പിശാചിന് ദൃഷ്ടിയുണ്ട്. നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ ജോലിക്ക് നേരെ, വാഹനത്തിന് നേരെ,
പിശാച് ദൃഷ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ, അതിനെ അതിജീവിക്കണമെങ്കിൽ, അതിനോട് പോരാടണമെങ്കിൽ നിന്റെ അകത്തളത്തൊരു ശക്തി വേണം. അകത്തളത്തെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കെതിരെ നിൽക്കുന്ന അന്ധകാര വ്യാപാരങ്ങളോട് പോരാടാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ആത്മാവിൽ ഒരു ബലം വേണം. ആത്മാവിൽ ബലമില്ലാതെ വലിയ പൈശാചിക ശക്തിയോട് എതിർക്കാൻ കഴിയത്തില്ല. അന്ധകാര വ്യാപാരങ്ങളോട് എതിർക്കാൻ കഴിയത്തില്ല. നിന്റെ തലമുറക്കെതിരെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾക്കെതിരെ നീ പോരാടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കേട്ടതുപോലെ ആയുധവാഹകന്മാരാകണം. തലമുറയുടെ അവർക്ക് വേണ്ടി ഇടുകിൽ നിൽക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോരാളികളാകണം. അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനകത്തളത്തിനൊരു ബലമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സ്തോത്രം. ബലമില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ വിട്ടു ഓടിപ്പോം. ഹല്ലേലൂയ. ഇന്ന് തിരിച്ചാ പലപ്പോഴും നമ്മൾ ഓടുക പിശാചിനെ പേടിച്ചല്ലേ. പിശാചിനെ പേടിയുണ്ടോ? ഹലോ, പിശാചിനെ പേടിയുണ്ടോ? പേടിയുണ്ടോ എന്ന് അറിയണം. ഇതിനകത്തൊരു ഭൂതകളാണ് ഇന്നോ. ഇപ്പോൾ അറിയാമെങ്കിൽ പേടിയുണ്ടോ എന്ന്. സ്തോത്രം. ഇറവാത്തതിനായ സ്തോത്രം. കുറേയൊക്കെ ശാന്തമാണല്ലോ. സ്തോത്രം. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പിശാചിനെ എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നാൽ അത് തിരിച്ചോടും. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ഭയപ്പെട്ട പണി കഴിഞ്ഞു. ഈ നാട്ടിൽ കറക്റ്റ് അത് ചിന്തിച്ചാൽ മതി. ഈ കടിക്കാൻ വരുന്ന നായെ നിങ്ങൾ ഓടി നോക്കിക്കോ, പുറയിട്ട് കടിക്കും. പക്ഷേ നായ ഇതിൻ്റെ അടുക്കുമ്പോൾ നമ്മൾ ഒരു വടിയും കൊണ്ട് അങ്ങോട്ട് നീന്ന് നോക്ക്, അത് തിരിഞ്ഞോടും. ഇതെന്ന് പറയുന്നത് പോലെയാ, പിശാചിനോട് പോരാടാൻ നമ്മൾ പേടിക്കരുത്. പേടിക്കാതിരിക്കണം. ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ ചുമ്മാതിരുന്ന അപ്പോസ്തലപ്രവൃത്തി കണ്ട എന്താ മറ്റേ പുള്ളികൾ ഓടിയതോ ഓടേണ്ടി വരും. സ്കേഫയുടെ മക്കൾ ഓടിയോലെ. അപ്പോൾ അതിനൊരു ബലം, അതിൻ്റെ ബലത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പിശാചിനോട് എതിർക്കണമെങ്കിൽ എന്താ വേണം? ബലം വേണം. അകത്തളത്തിലൊരു ബലം വേണം. അവിടെയാണ്. അതുകൊണ്ടാണ് സ്തോത്രം, സ്പിരിച്വൽ വാർഫെയറിന് ഒരു സ്ട്രെങ്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ദ ഇൻവേർഡ് സ്ട്രെങ്ത് ഗീവ്സ് ദ പവർ ടു റെസിസ്റ്റ് ഓർ ടു ഓവർകം. ഓവർകം ചെയ്യാൻ, പിശാചിനോട് എതിർക്കാൻ ഈ ഒരു ഇൻവേർഡ് ബലം നമുക്ക് തരുവാൻ തരും. കാരണം നിങ്ങളുടെ നാച്ചുറൽ ബലം കൊണ്ട്, നിങ്ങളുടെ സ്വാഭാവികമായ ശക്തി കൊണ്ട് ഈ ലോകത്തിലുള്ള ഏതിനോടും പോരാടാം, അല്ലേ? നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി വന്നാൽ നിങ്ങളുടെ ബലം കൊണ്ട്, മുഷ്ടി കൊണ്ട്, കഴിവുകൊണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ, മസിലുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാം, അല്ലേ? അതെ, കുറേയൊക്കെ. എന്നെ പോലുള്ളവർക്ക് പറ്റത്തില്ലെങ്കിലും ജോൺസൺ ബ്രദറിനെ പോലുള്ളവരൊക്കെ പിടിച്ചു നിൽക്കാം, അല്ലേ? പക്ഷേ ശക്തി ഉണ്ടല്ലോ. അപ്പോൾ അത് ചെലവഴിയാത്തൊരു സ്ഥലമുണ്ട്. എവിടാ? പിശാചിന് മുന്നിൽ. കാരണം നമ്മുടെ നാച്ചുറൽ ബലം കൊണ്ട് പോരാടാൻ പറ്റത്തില്ല. If we want to fight against the evil forces, we need the spiritual strength. പിശാചിനോട് പോരാടണമെങ്കിൽ അകത്തളത്തിൽ ഒരു ബലം വേണം. പിശാചിനോട് പോരാടണമെങ്കിൽ അകത്തളത്തിൽ ഒരു ബലമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ കാരണം ഈ അകത്ത ബലമാ ശത്രുവിനെ പോരാടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ ദാവീദ് ഫെലിസ്തീന് നേരെ പോകുന്നൊരു പോക്കുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അവൻ വായിക്കറിയാം. അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ അവൻ്റെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു. ഇൻവേർഡ് സ്ട്രെങ്ത്. അവൻ്റെ അകത്തളത്തിലൊരു ബലം. മുന്നിൽ നിൽക്കുന്ന ഗോലിയാത്ത മല്ലനാ, കഴിവുള്ളവനാ. അവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന ഇവൻ ഒന്നുമില്ല. പക്ഷേ അവൻ്റെ കയ്യിൽ ലോകത്തിൻ്റെ ആയുധങ്ങളുണ്ട്, പരിചയമുണ്ട്, അമ്പുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ അവൻ്റെ കയ്യില്ലാത്ത ഒന്ന് അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഇൻവേർഡ് സ്ട്രെങ്ത് ഉണ്ട്, അകത്തളത്തിൽ ബലം. ഇന്ന് പകൽക്കാലം ഓർത്തോ, ലോകത്തിനില്ലാത്ത ഒന്ന് നിൻ്റെ ഉള്ളിലോ ദൈവം തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ ലോകത്തിലുള്ള ശക്തിയോട് പോരാടാൻ, ഈ അന്ധകാര വ്യാപാരങ്ങൾക്ക് പോരാടാൻ ഈ ലോകത്തിന് മനുഷ്യന് പറ്റത്തില്ല. എന്നാൽ ഒരു ദൈവമക്കൾക്ക് അറിയാമല്ലോ, ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും അതിനെതിരെ പോരാടാൻ കഴിയുന്ന ഒരു അഭിഷേകം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇൻവേർഡ് സ്ട്രെങ്ത്, ഒരകത്തളത്തിലൊരു ബലം. ഹല്ലേലൂയ. എനിമി എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് 3 കാര്യങ്ങളിലാണ്. 1, ഹി അറ്റാക്ക് യുവർ മൈൻഡ്. 2, ഹി അറ്റാക്ക് യുവർ ഫെയ്ത്ത്. 3, ഹി അറ്റാക്ക് യുവർ പർപ്പസ്. ഈ 3 മേഖലകളിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ പണം പിശാചിന് വേണ്ട കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അവസരം തരുന്നത്. ആരാ?
സൺഡേയിലൊക്കെ ഇഷ്ടംപോലെ അവസരം തരത്തില്ലേ? അത് പിശാചി തരുന്നയാ. കാരണം അവന് പണം വേണ്ടാത്തതുകൊണ്ടാണ്. അവന് പണം വേണമായിരുന്നെങ്കിൽ നിൻ്റെ പണത്തിനോടാണ് അവൻ്റെ ലക്ഷ്യമെങ്കിൽ നിൻ്റെ സൺഡേയിലുള്ള ഡ്യൂട്ടി മുഴുവൻ അവൻ മുടക്കിയാനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് മുടക്കാതിരിക്കുന്നത് പിശാചിന് പണം വേണ്ട, നമ്മുടെ വീടും വേണ്ട, നമ്മുടെ കാറും വേണ്ട, ഇക്കാര്യങ്ങളൊന്നും പിശാചിന് വേണ്ട. പിശാചിന് വേണ്ടുന്നത് നിൻ്റെ മൈൻഡാണ്, നിൻ്റെ ജീവിതമാണ്, നിൻ്റെ ആത്മീയതയാണ്, നിൻ്റെ സ്പിരിച്വാലിറ്റിയാണ്. നിന്നെ ഏത് വിധേനയും ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള വഴി അവനുണ്ടോ അതവൻ നോക്കും. അപ്പോൾ ഇതിനോട് പോരാടണമെങ്കിൽ ഒരു ഇന്നർ സ്ട്രെങ്ത് ആവശ്യമാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം, വി നീഡ് എ സ്ട്രെങ്ത് ഫോർ എ സ്പിരിച്വൽ ഗ്രോത്ത്. ഒരു വളർച്ചയ്ക്ക്, ആത്മീക വളർച്ചയ്ക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് ആവശ്യമാണ്. കൊലോസ്യ ലേഖനത്തിലെ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നില്ല. പൂർണ്ണ ശക്തിയോടെ നിങ്ങൾ ബലപ്പെടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പൂർണ്ണ ശക്തിയോടെ നമ്മൾ ബലപ്പെടണം. കൊലോസ്യ ലേഖനം 1:10-11 വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും, ഓരോന്ന് ശ്രദ്ധിക്കണേ, ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. പൂർണ്ണ ശക്തിയോടെ, ആ സെന്റൻസ് നിങ്ങൾ വായിക്കാൻ അറിയാം. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും സംഭവിക്കണമെങ്കിൽ നമുക്കൊരു പൂർണ്ണ ബലം വേണമെന്നാ. സ്തോത്രം. ഈ പൂർണ്ണ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. ഓരോ ദിവസവും ആത്മീയ പക്വതയിലേക്ക് നമ്മെ നയിക്കുന്നത് ഈ അകത്തളത്തിൽ പകർന്ന ഇൻവേർഡ് സ്ട്രെങ്താണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഒരു ഇൻവേർഡ് സ്ട്രെങ്ത്. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, വി നീഡ് എ ഔട്ട്വേർഡ് സ്ട്രെങ്ത് ടു റൈസിങ് അബൌട്ട് ദ സർക്കംസ്റ്റാൻസസ്. നോക്കിയേ, ആ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? 31 രണ്ടാമത്തെ പാർട്ട്. അവർ കഴുകന്മാരെ പോലെ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. സ്ട്രെങ്ത്, അപ്വേർഡ് സ്ട്രെങ്ത്, ഉയരത്തിലേക്ക് കയറുന്നൊരു ശക്തി. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നു കഴുകന്മാരെ പോലെ. അപ്പോൾ ഇവിടെ ഉയരത്തിലേക്ക് കയറുവാനുള്ള ഒരു ശക്തി, ഉയരത്തിലേക്ക് പോകുവാനുള്ള ഒരു ശക്തി. വി നീഡ് ദാറ്റ് പവർ. വി നീഡ് എ അപ്വേർഡ് പവർ ടു ഗോ ദ ഹയർ ലെവൽ. ആത്മീയ മണ്ഡലത്തിലെ ഉയരത്തിലേക്ക് പോകണമെങ്കിലും ഒരു ഉയരത്തിലെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഈ ഉയരത്തിലെ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ഉയരത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഈ ഉയരത്തിലേക്ക് ശക്തി നമുക്ക് ആവശ്യമായിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ദ സ്ട്രെങ്ത് ടു റൈസ് എബവ് ദ പ്രോബ്ലം. നമ്മുടെ പ്രശ്നത്തിൻ്റെ മുകളിലേക്ക് കയറാൻ ഒരു അപ്വേർഡ് ശക്തി നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, അവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്, അവർ ആരെ പോലെ? കഴുകന്മാരെ പോലെ. എങ്ങനെ കഴുകന്മാരുടെ രീതി നിങ്ങൾ മനസ്സിലാക്കിയാൽ അറിയാം. അവൻ ചെയ്യുന്ന കാര്യം, അവന് പ്രശ്നമില്ലാഞ്ഞിട്ടല്ല. ഈ ഭയങ്കര കൊടുങ്കാറ്റും ഭയങ്കര കാർമേഘവും ഭയങ്കര മഴയും ഒക്കെ പെട്ടെന്ന് വരുമ്പോഴുണ്ടല്ലോ, കാട്ടിലുള്ള എല്ലാ പക്ഷികളും അതിൻ്റെ കൂട്ടിലേക്ക് പോകും, എല്ലാ മൃഗങ്ങളും അതിൻ്റെ മാളങ്ങളിലേക്ക് ഓടും. പക്ഷെ കഴുകൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇതെങ്ങും പോകത്തില്ല. അവൻ ചെയ്യുന്നേ പെയ്യെ പറന്ന് എന്ത് ചെയ്യുന്നറിയുമോ? ഈ കാർമേഘത്തിൻ്റെ മുകളിൽ കയറും. മനസ്സിലായോ? ആ പ്രശ്നത്തിൻ്റെ മേളിലേക്ക് അവൻ കയറും. അവൻ മേളിൽ കയറി കഴിഞ്ഞാൽ ആ സകല കാർമേഘവും ആ ഇരുളും കൊടുങ്കാറ്റും മഴയുമെല്ലാം അവൻ്റെ താഴെയാ. ഞാൻ പറഞ്ഞൊരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ആത്മീക ജീവിതത്തിൽ കൊടുങ്കാറ്റും ഇരുളും പ്രശ്നങ്ങളും ആഞ്ഞടിക്കുമ്പോൾ അതിനെ കണ്ടു ഓടാനല്ല, ആ പ്രശ്നത്തിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ വി നീഡ് എ അപ്വേർഡ് ശക്തി. മുകളിൽ നിന്നുള്ള ഒരു പവർ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റും. മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു വ്യത്യാസം എന്തറിയാമോ? ഈ ലെവലിന് മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ നയിക്കുന്നത് നിങ്ങളല്ല, ഈ ആ പ്രാപിച്ച ശക്തിയായിരിക്കും. ഈ ഉയരത്തിൽ കഴുകൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ഈ കഴുകൻ എന്ത് ചെയ്യത്തില്ല, അടിക്കത്തില്ല. പിന്നെ എങ്ങനെ പറക്കുന്നേ? ശ്രദ്ധിച്ചു നോക്കണം. ഒരു ലെവലിന് മേളിൽ കയറിയാൽ പിന്നെ ഈ കഴുകൻ ചിറകടിക്കത്തില്ല.
അവൻ ഇങ്ങനെ നിന്ന് കൊടുക്കത്തേ ഉള്ളൂ. ആ നിന്ന് കൊടുക്കുമ്പോൾ ആ കാറ്റ് ഇവൻ ഇങ്ങനെ കൊണ്ടുപോവുക. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് എന്ത് ചെയ്യും? ഇവൻ ചിറക് വിടർത്തി കൊടുക്കും. പിന്നെ ഇവനെ നയിക്കുന്നത് യവനല്ല, യവൻ്റെ ബലമല്ല, അവനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാറ്റാ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ ആത്മീക തലത്തിൻ്റെ ഒരു ലെവലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മെ നയിക്കുന്നത് നമ്മളായിരിക്കത്തില്ല, നമ്മളെ വഹിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും. സ്തോത്രം. പ്രശ്നത്തിൻ്റെ മുകളിൽ കയറാൻ, പ്രതികൂലത്തിൻ്റെ മുകളിൽ കയറാൻ, പ്രതിസന്ധിയുടെ മുകളിൽ കയറാൻ നമ്മെ ആ കാറ്റ് പ്രാപ്തനാക്കും. ഇന്ന് പകൽക്കാലം ആ ശക്തി പ്രാപിക്കാനാ ഇവിടെ യെശയ്യാവ് പ്രവചനം പറഞ്ഞിരിക്കുന്നത്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അല്ല പ്രശ്നത്തിൻ്റെ മേളിൽ, അല്ല പ്രശ്നത്തിൻ്റെ അകത്ത് കൂടി ഒതുങ്ങിക്കൂടാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസിനെയും ശീലാസിനെയും കാണാം. കാരാഗൃഹത്തിനകത്ത് പിടിച്ചിട്ടിരിക്കുക. അല്ല സ്വാഭാവികമായി അതിനകത്ത് കൊടുക്കുമ്പോൾ ആ പ്രശ്നത്തിനകത്ത് കുടുങ്ങി അവർ തകർന്നു പോകാം. പക്ഷേ ശ്രദ്ധിച്ചേ, ആ പ്രശ്നം അവരെ തളർത്തിയില്ല. അതിൻ്റെ മധ്യത്തിൽ രണ്ടുപേരും കൂടെ മുട്ടുമടക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ കാരാഗൃഹത്തിനകത്താ കിടക്കുന്നത്. പക്ഷേ അവർ ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ചു. അല്ല അവർ കരങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക. പക്ഷേ എങ്കിലും അവരുടെ മനസ്സുകൊണ്ട് അവർ യോജിച്ചിട്ട് സ്തോത്രം. അവരുടെ കാലുകൾക്ക് ആമയത്തിലായിരുന്നു, കൈകൾ ബന്ധനത്തിലായിരുന്നു. പക്ഷേ അവർ നാവുകളെടുത്ത് ചലിപ്പിക്കാൻ തുടങ്ങി. ചലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അല്ല സ്തോത്രം, അവർ ചലിപ്പിച്ച് അവർ ആ പ്രശ്നത്തിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അസാധാരണമായ ഒരു ശക്തി അവിടെ ഇറങ്ങി വരിക മാത്രമല്ല, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ വരെ ഇളക്കാൻ തക്കവണ്ണം അത് ഇതായെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പ്രശ്നത്തെ കണ്ട് പതറി ഒതുങ്ങിക്കൂടി ഇരിക്കാനല്ല, അതിന്റെ മുകളിൽ കയറി ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയുണ്ടല്ലോ. അല്ല സ്ഥലം എല്ലാ പ്രശ്നങ്ങളും, എല്ലാ കാരാഗ്രഹത്തിന്റെ വാതിലുകളും, എല്ലാ അടിസ്ഥാനങ്ങളും ഇളകാൻ തക്കവണ്ണം നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. സ്തോത്രം. പ്രശ്നം കണ്ട് അടങ്ങിയിരിക്കാനല്ല, അതിനകത്ത് കടന്ന് നിലവിളിക്കാനല്ല, പ്രശ്നത്തിന്റെ മേളിൽ കയറാനുള്ള ഒരു ആത്മീക ശക്തി ദൈവമക്കൾ പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും തകർന്നു പോകുന്നത് ഈ ശക്തി അകത്തോട്ട് വരാത്തോണ്ടാ. ഇഫ് യു ഹാവ് എ upward strength, you can go the higher level or the above the circumstances, above the problems. Hallelujah. സ്തോത്രം. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചേ, we need a strength to face the enemy. ശത്രുവിനോട് എതിർക്കണമെങ്കിൽ ഈ ബലം നമുക്ക് ആവശ്യമാണ്. ടു ഫേസ് ദ എനിമി. നമ്മൾ ഓൾറെഡി അത് ചിന്തിച്ചു. സാംസനെ കുറിച്ചറിയാം. സ്തോത്രം. ശിംശോൻ, അവനെക്കുറിച്ച് അറിയാം. നമുക്കറിയാം അവൻ്റെ മേലൊരു ബലം വന്നു. ദാനിയേലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ദാനിയേല് ബലമില്ലാത്തവനായി തീർന്നപ്പോൾ ശത്രുവിനെ നേരിടാൻ, അല്ലെങ്കിൽ പ്രതിസന്ധിയെ നേരിടാൻ അവൻ്റെ മേലൊരു ബലം നൽകി. ശത്രുവിനെ നേരിടണമെങ്കിൽ നമുക്ക് ഒരു അപ്വേർഡ് സ്ട്രെങ്ത് വേണം. മൂന്നാമത്തെ കാര്യം, സ്ട്രെങ്ത് ഫോർ ഫിയർ ആൻഡ് ഡൗട്ട്. സ്തോത്രം. സംശയവും പ്രശ്നങ്ങളും ഭയവും അകത്ത് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഒരു ശക്തി വേണം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാൻ കഴിയുന്നത്, സ്തോത്രം, 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ അവരുടെ ധൈര്യം കാണുകയാൽ, അല്ലേ എന്ത് പറഞ്ഞു? പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. എവിടുന്നായി ശക്തി ലഭിച്ചേ? എവിടുന്നായി ധൈര്യം ലഭിച്ചേ? അവർ പേടിച്ചു പോയവരാ, ഓടി ഒളിച്ചവരാ. പക്ഷെ ഇന്ന് അവര് ധൈര്യത്തോടെ നിൽക്കുക. എന്താ പറ്റിയേ? അവർക്ക് പറയാൻ കഴിയും, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ആ മാളിക മുറി ഞങ്ങൾ ഒരുമിച്ച് നിരുന്നു. ഞങ്ങൾ അതിനു മുന്നേ ആരും കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചിരുന്നവരാ. ഇവൻ ഞങ്ങൾ ആ മാളിക മുറിക്ക് കയറിയത് നിങ്ങൾ ആരും കാണാതെ അവിടെ ഒതുങ്ങിക്കൂടാമെന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടിയതാ. പക്ഷേ എന്തെന്ന് അറിയത്തില്ല, അസാധാരണമായൊരു ശക്തി ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്നു. അത് ലഭിച്ചതിന് പിന്നീട് ഞങ്ങൾക്ക് അതിനകത്ത് ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്കിത് വിളിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ വിളിച്ചു പറയാൻ തുടങ്ങി. അവർക്ക് ധൈര്യം കണ്ടോ? ഇപ്പം എങ്ങനെ കിട്ടി? പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. അപ്വേർഡ് സ്ട്രെങ്ത്, ഉയരത്തിലെ ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോൾ. ഹല്ലേലൂയ. വേഗത്തിൽ അടുത്ത കാര്യം കൂടെ പറഞ്ഞു നിർത്താം. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ സ്ട്രെങ്ത്, ദ ഓൺവേർഡ് സ്ട്രെങ്ത്, മുന്നേറുന്ന ശക്തി, പവർ ടു കീപ് മൂവിങ്. സ്തോത്രം. ആ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? വാക്യം വായിച്ചോ. അവർ തളർന്നു പോകില്ല, ഓടുകയാ. മുന്നോട്ട് ഓടണമെങ്കിൽ എന്താ വേണം? ഒരു ശക്തി വേണം. ഹല്ലേലൂയ. ഒരു ശക്തി വേണം, മുന്നേറുവാനുള്ള ഒരു ശക്തി. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് തുടക്കമല്ല ഇമ്പോർട്ടൻ്റ്, ഒടുക്കമാണ് ഇമ്പോർട്ടൻ്റ്. നീ എവിടെ തുടങ്ങിയെന്നുള്ളതല്ല, നീ എവിടെ അവസാനിച്ചെന്നുള്ളതാണ് വിഷയം.
ഹല്ലേലൂയ. നിന്റെ റേസ് നീ ഓട്ടം തുടങ്ങിയിരിക്കാം, പക്ഷെ നീ ഓട്ടം പൂർത്തീകരിക്കുന്നുള്ളതാ വിഷയം. ഓട്ടം പൂർത്തീകരിക്കണമെങ്കിൽ വി നീഡ് എക്സ്ട്രാ പവർ. ഹല്ലേലൂയ. ഈ ശക്തി ഇല്ലാതെ ഈ മക്കളെ നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, മുന്നോട്ട് പറ്റത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്നു അവർ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അവർ ഓടും, അവർ തളരത്തില്ല, ക്ഷീണിക്കത്തില്ല. കാരണം അകത്തളത്തിൽ അവർ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ അതിന് ഏലിയാവിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഇസബേലിനെ ഭയപ്പെട്ട് അവൻ ഒതുങ്ങിക്കൂടി കഴിഞ്ഞപ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്നിട്ട് അവനൊരു അപ്പം കൊടുത്തു, ചില വെള്ളം കൊടുത്തു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, അതിൻ്റെ ബലം കൊണ്ട്, ആ ആഹാരത്തിന്റെ ബലം കൊണ്ട്, ആ ലഭിച്ച ബലം കൊണ്ട് 40 രാവിലും 40 പകലും 40 ദിവസം കണ്ടിന്യൂസ് നടന്നവന്. From where he got that power? From where he got that strength? ഒറ്റ അപ്പക്കഷ്ണത്തിന്റെ പവർ കണ്ടോ? ഹല്ലേലൂയ. ഒറ്റ അപ്പക്കഷ്ണത്തിന് ബലമുണ്ട്. ഹല്ലേലൂയ. അകത്തളത്തിൽ പകർന്ന ബലമാത് ഹല്ലേലൂയ അവനെ അവിടം വരെ ഓടിച്ചത്, അവിടം വരെ കൊണ്ടുപോയത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ അകത്ത് വചനത്തിന്റെ ഒരു ബലമുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ തളരത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേറി ഏത് പ്രശ്നത്തിലും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. വചനത്തിന്റെ ബലം. അവൻ ഭക്ഷിച്ച ആ അപ്പം അവനെ 40 ദിവസം ഓടിച്ചെങ്കിൽ ഹല്ലേലൂയ തളർന്നിരിക്കുന്ന വിശ്വാസിയെ, ക്ഷീണിച്ചിരിക്കുന്ന വിശ്വാസിയെ ഞാൻ ദൈവാത്മാവ് വിളിച്ച് പറയട്ടെ, വചനമെന്ന അപ്പം നീ ഭക്ഷിച്ചാൽ ഹല്ലേലൂയ നിന്നെ തളർച്ചയിൽ നിന്ന് മാറ്റാൻ, നിന്റെ ബലക്ഷയത്തിൽ നിന്ന് മാറ്റാൻ, നിന്നെ ശക്തീകരിക്കാൻ ഈ വചനത്തിന് പവർഫുൾ ഉണ്ട്, ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഭക്ഷിച്ച ഒറ്റ അപ്പക്കഷ്ണം കൊണ്ട് അവൻ 40 ദിവസം പോയി. ഹല്ലേലൂയ. മൂവിങ് ഫോർവേഡ്, മുന്നേറുവാനുള്ള ശക്തി അപ്പത്തിൽ നിന്ന് ലഭിച്ചതാ. സ്തോത്രം. അതിന് താഴോട്ട് മറ്റൊരു ഭാഗം പറയുന്നുണ്ട്. അതിന് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ഏലിയാവ് മലമുകളിൽ കയറി യാഗമൊക്കെ അടക്കി ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് തീയൊക്കെ ഇറക്കിയിട്ട് ആഹാബും യവനും കൂടെ തിരിച്ചൊരു യാത്രയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ ഭയങ്കര ചിന്തിപ്പിച്ചു. യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, ആഹാബിന് രഥത്തിന് മുമ്പേ ഓടി. അങ്ങനല്ലേ? അതോ ആഹാബിന് മുന്നേ? ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന്റെ മുന്നേ, ആഹാബ് പോയ രഥത്തിന് മുന്നേ ഓടിയെന്ന്. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഒരു രഥത്തിന്റെ പവർ എത്ര? ഹോഴ്സ് പവർ. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നത് ഹോഴ്സ് പവറാ. അപ്പം ഇത്രമാത്രം ശക്തിയോടെ ഓടുന്ന ഒരു കുതിരയുടെ രഥത്തിന്റെ മുന്നേ അവൻ ഓടണമെങ്കിൽ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ പവർ അവനിൽ ലഭിച്ച ശക്തി എത്ര വലുതാ. ഹല്ലേലൂയ. സ്തോത്രം. ഏതാണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് 30 കിലോമീറ്റർ ഓടിയെന്ന. 30 കിലോമീറ്റർ, 1-2 അല്ല. ആ മലമുകളിൽ നിന്ന് അവൻ 30 കിലോമീറ്റർ ഈ രഥത്തിൻ്റെ മുന്നേ ഓടി. അവൻ്റെ ഓട്ടം ഒന്ന് നോക്കിക്കേ, എത്ര സ്പീഡിലാണ് രഥം വരുന്നേ, എത്ര സ്പീഡിലാണ് രഥം വരുന്നത്. രഥത്തിൻ്റെ ഹോഴ്സിൻ്റെ ഓട്ടം നിങ്ങൾക്കറിയാം. അത്രയും സ്പീഡിൽ ഓടുന്ന അതിൻ്റെ മുന്നിൽ കയറി ഏലിയാവ് ഓടുക. ബിക്കോസ് ഹി ഗോട്ട് എ പവർ. മലമുകളിൽ ലഭിച്ചൊരു ശക്തിയുണ്ട്, തീ ഇറക്കിയപ്പോൾ ലഭിച്ചൊരു ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം സ്തോത്രം ദൈവമക്കളെ, നമുക്ക് ആ ശക്തി ലഭിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ ക്ഷീണിക്കത്തില്ല, മുന്നേറാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ പ്രാപിക്കുവാൻ തക്കവണ്ണം 1 കൊരിന്ത്യർ ലേഖനം 9:24 എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. 9:24. നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഓടണം. ഈ ഓടുമ്പോൾ ഒത്തിരി തടസ്സങ്ങളുണ്ട്, കാറ്റുണ്ട്, പ്രതികൂലമായിരിക്കാം. പക്ഷേ എത്ര ശക്തി ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് ഓടാൻ ഒരു ശക്തി നമുക്ക് ആവശ്യമാണ്. ഫോർവേഡിങ് ശക്തി, മുന്നോട്ട് പോകുന്ന ശക്തി. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നിങ്ങളെ പുറത്തോട്ട് മാറ്റുന്ന, പുറകോട്ട് ചലിപ്പിക്കുന്ന, പുറകോട്ട് വലിക്കുന്ന ഒത്തിരി പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോഴും എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടോടണമെങ്കിൽ നമുക്കൊരു ശക്തി ആവശ്യമാണ്. അതാണ് ഹല്ലേലൂയ സ്തോത്രം, മൂവിങ് ഫോർവേഡ്. ഹല്ലേലൂയ സ്തോത്രം, ഫോർവേഡ് പവർ, ഫോർവേഡ് സ്ട്രെങ്ത്, മുന്നേറുന്ന ശക്തി. ഒന്ന്
ശക്തി നമുക്ക് ഓടാൻ ആവശ്യമാണ്. 2, ശക്തി നമുക്ക് ഫിനിഷ് ചെയ്യാൻ ആവശ്യമാണ്. ദ സ്ട്രെങ്ത് ഇറ്റ് ടു ഫിനിഷ്. ഹല്ലേലൂയ. സ്ട്രെങ്ത് ഇറ്റ് ടു ഫിനിഷ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നല്ല ഓട്ടം ഓടി, വിശ്വാസം കാത്തു. വായിച്ചേ. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ദ പവർ ടു ഫിനിഷ് യുവർ റൈസ്. പവർ ടു ഫിനിഷ് യുവർ റൈസ്. ഞാൻ പറയട്ടെ, കാഹളം ധ്വനിക്കും, ഒരു ശബ്ദം കേൾക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും, ജീവനോടിരിക്കുന്ന ശേഷിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെടും. ഇത് സംഭവിക്കണമെങ്കിൽ, ഉയർക്കണമെങ്കിൽ ഒരു ഉയർപ്പിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു? ഇനി നമ്മൾ ഒരു സ്തോത്രം നാമധേയ ക്രിസ്ത്യാനികളായി, നാമധേയ പെന്തക്കോസ്തുകാരായി ജീവിച്ചാൽ, എൻ്റെ പൊന്നു ദൈവമക്കളെ ഞാൻ പറയാം, നമുക്ക് ഉയർക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓടിയതിനേക്കാളും വലിയ ശക്തി ഉണ്ടെങ്കിലേ ഉയരാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. യു നീഡ് എക്സ്ട്രാ പവർ ടു റൈസ്. ഉയരണമെങ്കിൽ എക്സ്ട്രാ ശക്തി വേണം. നിങ്ങൾക്കറിയാമോ, ഒരു ഫ്ലൈറ്റ് മുകളിൽ പറക്കുന്നതിൻ്റെ ഡബിൾ പോർഷൻ പവർ വേണം ടേക്ക് ഓഫ് ചെയ്യാൻ. ഹല്ലേലൂയ. വൺസ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും പവർ അത് റൺ ചെയ്യാൻ വേണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഓടുന്നത് നല്ലതാണ്, പക്ഷേ അല്ല, സ്തോത്രം, നമ്മൾ പോകുന്നുണ്ട്, ഈ ശക്തിയൊക്കെ ആവശ്യമാണ്. പക്ഷേ ഉയരണമെങ്കിൽ ഒരു എക്സ്ട്രാ പവർ നമുക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ, സ്തോത്രം, ഏത് സമയവും ആ കാഹളം ധ്വനിക്കും. ഉയർക്കാൻ പറ്റുന്ന ഒരു ശക്തി നമ്മളിലുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ സ്തോത്രം, ഒരു ഇൻവേർഡ് പവർ, ഒരു അപ്വേർഡ് പവർ, ഒരു ഫോർവേഡ് പവർ നമുക്ക് ആവശ്യമാണ് ഇന്ന് പകൽക്കാലം. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനെ വിളിച്ച് പറയുന്നു, നമുക്കൊരു പവർ ആവശ്യമാണ്. ശക്തിയില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. ശക്തിയില്ലാതെ ശത്രുവിനോട് എതിർക്കാൻ കഴിയത്തില്ല. ശക്തിയില്ലാതെ വിശ്വാസ ജീവിതം നയിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആത്മാവിൻ്റെ ഒരു ശക്തിയാണ്, ഒരാത്മാവിൻ്റെ പവറാ. ഇന്ന് പകൽക്കാലം അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എനിക്ക് ആ ശക്തി ആവശ്യമാണ്. ഒത്തിരി പേര് തുടങ്ങി, പക്ഷെ പലരും പൂർത്തീകരിച്ചില്ല. ഒത്തിരി പേര് ഓടിത്തുടങ്ങി, പക്ഷെ പലരും ലക്ഷ്യത്തിലെത്തിയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ശക്തി ക്ഷയിച്ചു പോയി. വിശ്വാസ ജീവിത യാത്രയിൽ ലോകത്തിൻ്റെ മോഹം അകത്ത് കയറിയിട്ട്, ലോകത്തിൻ്റെ ഇമ്പം അകത്ത് കയറിയിട്ട്, ലോകത്തിൻ്റെ ശ്രദ്ധ അകത്ത് കയറിയിട്ട് വിശ്വാസാത്മീക ജീവിതത്തിൽ ശക്തി ശോഷിച്ചു പോയി. അതുകൊണ്ട് അവർക്ക് ഓട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന പെന്തക്കോസ്ത് സഭ, ഞാൻ പറയട്ടെ, നമ്മൾ നാൾക്ക് നാൾ ശക്തി ക്ഷയിച്ചവരല്ല, നാൾക്ക് നാൾ ശക്തി പ്രാപിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് ഓടുമെങ്കിൽ നമുക്കൊരു നിത്യത പ്രാപിക്കാൻ കഴിയും, ലക്ഷ്യത്തിലെത്താൻ കഴിയും. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കാം, അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അത് പ്രാപിച്ചുകൊണ്ട് മുന്നേറാൻ സഹായിക്കണമേ. ദൈവസഭയെ അതിനുവേണ്ടി ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.